സ്നേഹപൂർവ്വം ഓണാശംസകൾ നേരുകയും വിനീതമായി കൂപ്പുകയർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചെറിയ ഒരു അനൗൺസ്മെന്റ് മാത്രമാണ് ഞാനിവിടെ നടത്തുന്നത്. അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. നമ്മൾ പ്രവാസ ജീവിതം എന്നൊക്കെ ധാരാളം പറയാറുണ്ട്. അമേരിക്കയിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രവാസികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ പ്രവാസ ജീവിതത്തിന് വേണ്ടി ഇവിടെ വന്നവരല്ല, നമ്മൾ ഇവിടെ കുടിയേറിയവരാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നമുക്കും താല്പര്യം ഉണ്ടാവേണ്ടത് സ്വാഭാവികവും നമ്മുടെയൊക്കെ ഒരു ആവശ്യവുമാണ്. നമ്മൾ മലയാളികളെ നേരിടുന്ന പല സംഭവങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചു. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്ത ശേഷം അമേരിക്കൻ പൗരത്വം എടുത്തവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആ സമയത്ത് സറണ്ടർ ചെയ്യാതിരുന്നതിൻ്റെ പേരിൽ ഓരോ വർഷവും $1000 വീതം ഫൈൻ അടയ്ക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അന്നത്തെ വിദേശകാര്യ മന്ത്രിയായിരുന്ന വയലാർ രവിയെ ഫോമ എന്ന അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ, ഫോമ എന്നത് അമേരിക്കയിലുള്ള എല്ലാ മലയാളി അസോസിയേഷനുകളുടെയും ഒരു ഫെഡറേഷനാണ്, അതിൻ്റെ ആഭിമുഖ്യത്തിൽ ആളുകൾ ചെന്ന് കണ്ട് സംസാരിച്ച് നമ്മൾ ആ ഭീമമായ സംഖ്യയെ നമ്മൾ മാറ്റി കേവലം $25 മാത്രം പിഴയടച്ചാൽ നമ്മുടെ പഴയ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത്, നമ്മൾ സംഘടിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അനുഭവം, ഒരു ഗുണം, ഒരു പ്രയോജനത്തെ പറ്റി ഞാനിവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മൾ മലയാളികൾ, ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായി. ചിക്കാഗോയിൽ കഴിഞ്ഞ വർഷം ഒരു ചെറുപ്പക്കാരനായ പയ്യൻ പുറത്തു പോയിട്ട് ഇതുവരെയും കണ്ടുമുട്ടിയിട്ടില്ല. ഫോമയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ അദ്ദേഹത്തിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അധികാരികളിൽ പലതരം നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാവാം. പറഞ്ഞു വരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു പശ്ചാത്തലം, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ നമുക്കൊരു സ്വാധീന ശക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ സംഘടിതരായിരിക്കണം. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളിൽ, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടണം. നമ്മൾ ഇടപെടണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ വോട്ടർ രജിസ്ട്രേഷനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ വരാൻ പോകുന്നത് പോലെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യാവുന്നത് വളരെ അപൂർവം ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ വിഷയങ്ങളൊന്നും ഞങ്ങൾക്കൊരു കാര്യമല്ല, ഞങ്ങൾ വോട്ട് ചെയ്യാനൊന്നും പോവില്ല, അമേരിക്കൻ പൗരത്വം എടുത്തിട്ടുണ്ട്, അത് നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഒരു മനോഭാവമുള്ള വ്യക്തികൾ വളരെ അപൂർവമായിട്ട് ചിലരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെ പറ്റി അല്ല നമ്മൾ പറയുന്നത്. 18 വയസ്സ് കഴിഞ്ഞ ഓരോ വ്യക്തികൾക്കും നമുക്ക് വോട്ട് ചെയ്യാം. പലരുടെയും മനസ്സിലുണ്ട്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പോയെന്ന് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്ന ആ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ ഓർക്കും, മറന്നുപോകും. ആ സംഭവത്തിന് ഒരു സഹായം എന്ന രീതിയിൽ ഞങ്ങൾ ആ മുൻപിൽ ഒരു ഡെസ്ക് ഇട്ട് വോട്ടർ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. യാതൊന്നും വേണ്ട, ഏത് പാർട്ടിയാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് ആ ഫോം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ടർ രജിസ്ട്രേഷൻ കാർഡ് വീട്ടിൽ വരികയും ഇനിയുള്ള വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് അവിടെ നടത്തുന്ന ക്യാമ്പയിൻ ഒന്നും ഓർക്കുക, അതിന് പണച്ചെലവില്ല. നിങ്ങൾ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് ആ വോട്ടർ ക്യാമ്പയിനിൽ, ആ രജിസ്ട്രേഷനിൽ ഒന്ന് പങ്കെടുക്കണം. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം. നമ്മളുടെ ശക്തി, നമ്മളുടെ ഒരു വോയിസ്, നമുക്ക് ഇവിടെ 1000 വോട്ട് വരുന്നോണ്ടുണ്ടെന്ന് കണ്ടാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും. നമ്മളിവിടെ 10 വോട്ട് പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് ആ ക്യാമ്പയിനിൽ സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.